എല്ലാവർക്കും നമസ്കാരം. കഥകളിലൂടെ സഞ്ചരിക്കാൻ പോരുന്നു. എങ്കിൽ വന്നോളും. എല്ലാവർക്കും സുസ്വാഗതം. ശ്രീ ഗോപിനാഥ് പനങ്ങാടിൻ്റെ ഹാസ്യൻ ഗോപിനാഥം എന്ന പുസ്തകത്തിലെ അടുത്ത കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കഥയുടെ പേര് ക്രൂരദർശൻ. ഒന്ന് പോയി നോക്കിയാലോ? വരൂ. കഥയിലേക്ക്. അനിമൽ ഹസ്ബൻഡറി വകുപ്പ് വക ഒരു പശു വളർത്തൽ കേന്ദ്രമുണ്ടായിട്ടും തിരുവനന്തപുരത്തുകാർക്ക് പോലും അജ്ഞാതമവർണ്ണനീയമായിരുന്നു കുടപ്പനക്കുന്ന്. കുന്നിൻ ചെരുവിൽ വസിച്ചിരുന്ന ഗോപാലകൃഷ്ണൻ ഗോക്കളെ മേച്ചു നടന്നതും കൂട്ടുകാരോടൊപ്പം മാങ്ങ പറിച്ച് പാറക്കല്ലിൽ ചതച്ച് ഉപ്പും കൂട്ടി ഭക്ഷിച്ചതും പ്രസ്തുത കുന്നിലായിരുന്നു. എങ്കിലും ടെലിവിഷൻ കേന്ദ്രം വന്നതോടെയാണ് കുടപ്പനക്കുന്ന് താരമോഹികളുടെ ഒരു കോടമ്പാക്കമായി മാറിയത്. ടെലിവിഷന് മുൻപ് കുന്ന് കയറി വന്നത് സിവിൽ എഞ്ചിനീയർമാരായിരുന്നു. ഗോമാതാക്കൾ വിശന്ന് കൂട്ടക്കരച്ചിൽ നടത്തുകയും നോൺ ഗസറ്റഡ് പശുപാലകന്മാർ ചീട്ടുകളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നേരത്താണ് അവർ എത്തിയത്. വഴിതെറ്റി ഗോശാലയിൽ എത്തിയ അവരെ ഗോപാലകൃഷ്ണനാണ് ശരിയായ ദിശയിലൂടെ കൊണ്ടുപോയി ഒറിജിനൽ കുടപ്പനക്കുന്ന് കാണിച്ചു കൊടുത്തത്. ടെലിവിഷൻ കേന്ദ്രം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം അവർ അളന്ന് കുറ്റിയടിച്ചപ്പോൾ ചായ, കാപ്പി, ബോഞ്ചി എന്ന് പറഞ്ഞാല് നാരങ്ങ വെള്ളത്തിന്റെ തിരുവനന്തപുരം പര്യായമാത്രേ. ഊണ് എന്നിവ അവർക്ക് യഥാസമയം എത്തിച്ചു കൊടുത്തത് ഗോപാലകൃഷ്ണനായിരുന്നു. ടെലിവിഷൻ കേന്ദ്രത്തിന് തറക്കല്ലിടാൻ വന്ന കേന്ദ്രമന്ത്രിക്കും വഴി തെറ്റിച്ചത് മന്ത്രിയുടെ വാഹനത്തെ മുൻപിൽ നിന്ന് നയിച്ച പേരൂർക്കട പോലീസ് വക ജീപ്പായിരുന്നു. തികഞ്ഞ നർമ്മബോധമുണ്ടായിരുന്ന മന്ത്രി മഹോദയ് പശുക്കളെ നോക്കി വെറുതെ ചിരിച്ച് ആ സന്ദർഭത്തെ നർമ്മമധുരമാക്കി. അവിടെയും ഗോപാലകൃഷ്ണൻ പാഞ്ഞെത്തി കൊടിവച്ച കാറിനെ ശരിയായ പാതയിലൂടെ കുന്നിൻ മുകളിൽ എത്തിച്ചു. അങ്ങനെ അന്നു മുതൽ വഴി തെറ്റിയവരുടെയും വഴി തെറ്റിക്കുന്നവരുടെയും ഒരു സ്ഥാപനമായി കളറിൽ വിലസുകയാണ് കേന്ദ്രം. അവർക്ക് ഒരു കൈ സഹായവുമായി ഗോപാലകൃഷ്ണനും. എന്നാൽ ദൂരദർശനുമായി ഇത്രയധികം വൈകാരിക ബന്ധമുള്ള ഗോപാലകൃഷ്ണനോട് കേന്ദ്രം ഇത്ര ക്രൂരത കാണിക്കരുതായിരുന്നു. എന്താണ് നോക്കാം. അതൊരു വാഗ്ദാന ലംഘനത്തിന്റെയും മോഹഭംഗത്തിന്റെയും കഥയാണ്. അത് ഒറ്റ എപ്പിസോഡിൽ വിശദമാക്കാം. സംപ്രേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിനം ഗോപാലകൃഷ്ണന്റെ മുഖം ടെലിവിഷനിൽ കാണിക്കാമെന്ന് ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർമാർ വാക്കു കൊടുത്തിരുന്നു. എന്നാൽ കേന്ദ്രം ഗോപാലകൃഷ്ണനെ തഴഞ്ഞു. ബാലവിഭാഗം പ്രൊഡ്യൂസറെയാണ് ഗോപാലകൃഷ്ണൻ ആദ്യം കണ്ടത്. പൂമൊട്ടുകൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന മോഹം ഗോപാലകൃഷ്ണൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ: തനിക്ക് എത്ര പ്രായമുണ്ട്? ഗോപാലകൃഷ്ണൻ: 21. പ്രൊഡ്യൂസർ: താൻ പൂമൊട്ട് പ്രായം കഴിഞ്ഞുപോയി. യുവദർശനത്തിൽ ഒരു കൈ നോക്കൂ. ഗോപാലകൃഷ്ണൻ യുവദർശനം പ്രൊഡ്യൂസറെ സമീപിച്ചു. അദ്ദേഹവും ഓടിച്ചു. എന്നാൽ സിന്ദൂരം പരിപാടിയിലെങ്കിലും ഒരു ചാൻസ് തരൂ എന്നായി ഗോപാലകൃഷ്ണൻ. സിന്ദൂരം പെണ്ണുങ്ങളുടെ പരിപാടിയാണെന്ന് അതിന്റെ ചുമതലക്കാരി. നിരാശനായ ഗോപാലകൃഷ്ണന് ക്ഷോഭം വന്നപ്പോൾ സെക്യൂരിറ്റിക്കാർ പിടിച്ച് ഗേറ്റിന് പുറത്താക്കി. കുടപ്പനക്കുന്നിലെ പരിസരവാസിയായ എന്നെ കണ്ട് ഗോപാലകൃഷ്ണൻ സങ്കടത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ: ഗോപാലകൃഷ്ണന്റെ മുഖം ദൂരദർശനിൽ വരണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ ഉപദേശം രഹസ്യമായി ഗോപാലകൃഷ്ണന്റെ ചെവിയിൽ പറഞ്ഞു. അതുപോലെ ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്ന് സന്തോഷത്തോടെ ഗോപാലകൃഷ്ണൻ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കാണാൻ സകല മാനജനങ്ങളും ഉദ്യോഗത്തോടെ ടെലിവിഷന്റെ മുൻപിലിരുന്നപ്പോൾ സ്ക്രീനിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് അനൗൺസറുടെ വിവരണവും. ഈ ഫോട്ടോയിൽ കാണുന്ന ഗോപാലകൃഷ്ണൻ എന്ന 21 വയസ്സുള്ള യുവാവിനെ തിങ്കളാഴ്ച മുതൽ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായപ്പോൾ വെളുത്ത മുണ്ടും നീല ഷർട്ടും ധരിച്ചിരുന്നു. മലയാളം മാത്രമേ സംസാരിക്കാൻ അറിയൂ. നെടുമങ്ങാട്ടെ മാമന്റെ വീട്ടിലെ കയറ്റുകട്ടിലിൽ കിടന്ന് ഗോപാലകൃഷ്ണൻ ചിരിച്ചു. എന്നിട്ട് ടെലിവിഷന്റെ സ്ക്രീനിനടുത്തേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ദൂരദർശ.
അങ്ങനെ ഗോപാലകൃഷ്ണന്റെ മുഖം ദൂരദർശനിൽ തെളിഞ്ഞു. അടുത്ത കഥ സീരിയൽ. ടിവിയുടെ കാര്യം പറഞ്ഞപ്പോ അടുത്ത കഥയിലേക്ക് സീരിയലാണ്. കേട്ടു നോക്കാം എന്താണെന്ന് കേട്ടോ. വായിക്കുന്നു. അനന്തപുരിയിൽ വസിക്കും കാലം ഒരു പഴയ സുഹൃത്തിനെ അത്യാവശ്യമായി കിട്ടാൻ ടെലിഫോണിൽ വിളിച്ചു. ജോണി ഉണ്ടോ? ഏത് ജോണി? എന്ത് ജോണി? ഫോണിന്റെ അങ്ങേ തലക്കിൽ നിന്ന് മറു ചോദ്യം. നമ്പർ തെറ്റിയെന്ന് തോന്നുന്നു. ക്ഷമാപണത്തോടെ ഫോൺ താഴെ വച്ച ശേഷം നമ്പർ തീർച്ചപ്പെടുത്തി വീണ്ടും വിളിച്ചു. ISROയിലെ എഞ്ചിനീയർ ജോണിയുടെ വീടല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേടാ. പോലീസ് സ്റ്റേഷനിലാണോ എന്റെ വിളി എത്തിയത്? എറണാകുളത്ത് നിന്ന് വന്ന സുഹൃത്തിനു വേണ്ടിയാണ് പൊതു സുഹൃത്തായ ഞാൻ ജോണിയെ വിളിച്ചത്. എറണാകുളം സുഹൃത്തിന് ജോണിയെ അത്യാവശ്യമായി കാണേണ്ടതുണ്ട്. മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ. 20 കിലോമീറ്റർ കാർ ഓടിച്ച് ഞങ്ങൾ ജോണിയുടെ ഗ്രാമത്തിലെത്തിയപ്പോൾ വീടിനടുത്ത് വലിയൊരു ആൾക്കൂട്ടം. ജനറേറ്റർ വാനും റിഫ്ലക്ടർ സ്റ്റാൻഡുകളുമൊക്കെ കണ്ടപ്പോൾ സമാധാനമായി. അപകടമൊന്നുമല്ല, ഷൂട്ടിംഗ് ആണ്. പുതിയ ഭാഷയിൽ ഷൂട്ട്. പഴയ 4 കെട്ട് വീട് ഷൂട്ടിങ്ങിനായി വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് താൽക്കാലിക വാസഗൃഹമാക്കി മാറ്റിയ പശുവില്ല പശുത്തൊഴുത്തിലാണ് ജോണി ജെസ്സി ദമ്പതികളുടെ താമസം. എന്റെ പൊന്നേ, ഒന്നും പറയണ്ട. 1 മാസത്തേക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇപ്പോ കൊല്ലങ്ങളാവുന്നു. കഥ മുഴുവൻ നടക്കുന്നത് ഈ വീട്ടിലും പറമ്പിലും ആകയാൽ ഇനി മറ്റൊരു ലൊക്കേഷനും അവർക്ക് പറ്റില്ലത്രേ. അഭിനയിക്കാൻ വന്ന ബാലതാരങ്ങളൊക്കെ വളർന്ന് കല്യാണപ്രായമായി. ഒരു ബാലതാരം വലുതായി യുവതാരമായപ്പോൾ പ്രൊഡ്യൂസർ അതിനെ കെട്ടി. പ്രതിഫലം കൊടുക്കണ്ടല്ലോ. ജോണിയുടെ വിലാപം. ഞങ്ങൾ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ട് നിന്നെ കിട്ടിയില്ല. നമ്പർ മാറിയോ? നമ്പർ മാറിയതല്ല, ഫോൺ അവരുടെ കസ്റ്റഡിയിലാ. വഴിയെ പോകുന്നവനൊക്കെ അത് കൈകാര്യം ചെയ്യുന്നു. പെട്ടെന്ന് വീടിനൊരു കുലുക്കം. വെറുതെ പേടിച്ചു. 2 യുവനടികൾ വന്നതാണ്. ഫ്രിഡ്ജിൽ വച്ചിരുന്ന ഐസ് വാട്ടർ കുപ്പി എടുക്കാൻ. കുപ്പിയും എടുത്ത് തറ കുലുക്കി പോയി. ജെസ്സി, ഈ കുട്ടികൾ നേരത്തെ സ്ലിം ആയിരുന്നല്ലോ, ഇപ്പൊ സുമോ ഗുസ്തിക്കാരെ പോലെ. നല്ല ഭക്ഷണമല്ലേ? ബോൺലെസ് ചിക്കനും നൂഡിൽസും ഒക്കെയായി ചില ആരാധകരും എത്തും. പിന്നെ തടി വയ്ക്കാതിരിക്കുന്നത് എങ്ങനെ? ജെസ്സി. കാപ്പി കുടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ പോയി. ഒരു തടിച്ചി അമ്മയും അവരുടെ തടിച്ചികളായ 2 പെൺമക്കളും വെറുതെ ഇരുന്ന് 1 മണിക്കൂർ കരയുന്നതായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഉള്ള രംഗം. ഒരു ചെറുപ്പക്കാരൻ ലുങ്കിയും ഉടുത്ത് മീശയും വെച്ചു വന്ന് അമ്മയെയും മക്കളെയും ഓരോ ചവിട്ട് കൊടുത്തപ്പോൾ കരച്ചിൽ വർദ്ധിച്ചു. സ്ത്രീകൾ യഥാസമയം ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്നവരാണത്രേ. വീടിന്റെ വാടക കിട്ടാത്തതിൽ കുപിതനായി വന്നതാണത്രേ ചവിട്ടുകാരൻ. 3 സ്ത്രീകളും പാവങ്ങൾ തന്നെ. ഓരോരുത്തരും ഉടുത്തിരുന്നത് 50,000 രൂപ മുതൽ 75,000 രൂപ വില വരുന്ന കാഞ്ചീപുരം സാരികൾ. ആഭരണങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ സഞ്ചരിക്കുന്ന ജ്വല്ലറികൾ. ഇത്രയും പാവപ്പെട്ട സ്ത്രീകളെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. നടികൾ കരഞ്ഞൊരു പരുവമായിട്ടും സംവിധായകൻ കട്ട് പറയുന്നില്ല. വായിൽ എറുമ്പ് കയറാതിരിക്കാൻ ചുണ്ടിന് ചുറ്റും വയമ്പു പിടിപ്പിച്ചതുപോലത്തെ താടിയും തലയിൽ ന്യൂയോർക്ക് എന്ന കളറിൽ അച്ചടിച്ച തൊപ്പിയുമായി അയാൾ ചുറ്റിക്കളിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അടുത്ത സീൻ എടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരിശോധനയ്ക്ക് എത്തിയ IG-യെ സബ് ഇൻസ്പെക്ടർ പുല്ലേ എന്ന് പറഞ്ഞ് അടി കൊടുക്കുന്നതാണ് രംഗം. ഇൻസ്പെക്ടർ ജനറൽ അണിഞ്ഞിരിക്കുന്നത് സബ് ഇൻസ്പെക്ടറുടെ തൊപ്പിയാണ്. IG-യുടെ റിബൺ ബാൻഡുള്ള തൊപ്പി അണിഞ്ഞിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ആണ്. കൂടുതൽ കാണാനുള്ള മനക്കരുത്തില്ലാതെ ഞങ്ങൾ മടങ്ങാനൊരുങ്ങുമ്പോൾ ഐസ് വാട്ടർ നടികൾ എതിരെ വന്നു. ജെസ്സി അവരോട് ചോദിച്ചു, നിങ്ങളുടെ പുതിയ സീരിയലിന്റെ പേര് കണ്ടുപിടിച്ചോ? ഇല്ല ആന്റി, ഒരുമാതിരി പേരൊന്നും പ്രൊഡ്യൂസർ സാറിന് പിടിക്കുന്നില്ല. പേരിൽ സ്ത്രീ എന്ന വാക്ക് വേണമെന്ന് നിർബന്ധം. ഈ സാറ് പേരിടാൻ എക്സ്പേർട്ടാണ്, എന്നെ ചൂണ്ടിക്കാണിച്ച് ജെസ്സി പറഞ്ഞു. അവർ ആകാംക്ഷയോടെ പേരിനായി ചെവിയോർത്തു. ഞാൻ പേര് പറഞ്ഞു, സ്ത്രീ, ഒരു പുരുഷൻ. പിന്നെ അവരെ കണ്ടില്ല. അയ്യോ,
അങ്ങനെ സീരിയൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. സീരിയലിന് ഒരു നല്ലൊരു പേരും അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അടുത്ത കഥ കുചേലിന്റെ കഷ്ടപ്പാടുകൾ. വായിക്കാനിരുന്ന സമയം വൈകുമെന്ന് അറിയില്ല, ഞാൻ അടുത്ത എപ്പിസോഡിൽ വായിക്കാം. അപ്പൊ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.